ഉസ്താദുമാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും കീഴ്ഘടകങ്ങളുടെയും സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ, എന്റെ ആദരണീയരായ സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ ഭടന്മാരെ, ജ്യേഷ്ഠാനുജന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നാം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ധർമ്മസമരം നാളെ ആഖിറത്തിൽ നമ്മുടെ നന്മകളും തിന്മകളും വിലയിരുത്തപ്പെടുമ്പോൾ നന്മയുടെ തട്ടിൽ വളരെയേറെ ഭാരം നൽകുന്ന ഒരു വലിയ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. നാം ജീവന തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ ഹബീബായ കരളിന്റെ കഷ്ണമായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിന് വിധേയരാകാൻ, ആ സൗഭാഗ്യം കിട്ടാൻ ഇതൊരു കാരണമായി അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സനദുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമുക്കൊക്കെ അറിയാം. സനദ് അവരുടെ കൈവശമില്ല എന്ന കാര്യവും അറിയാം. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഏറ്റവും വൈകിയ വേളയിൽ അവർ സിറാജ് ദിനപത്രത്തിലൂടെ എഴുതി ചോദിക്കുന്നത്, സനദ് വിവാദം എവിടെ നിന്ന് പടി കടന്നു വന്നതാണ് ഇസ്ലാമിൽ? അങ്ങനൊരു വാദം, സനദ് വേണമെന്ന വാദം ഇസ്ലാമിലില്ല എന്നാണ് അഷ്റഫ് ഫൈസിയുടെ ഭാഷ കടമെടുത്താൽ, ഒന്നുകൂടി നന്നാക്കി പറഞ്ഞാൽ നമ്മുടെ OM മുഫ്തി ഫത്വ എഴുതിയിരിക്കുന്നത്. വളരെ കൃത്യമായി സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ് ഇവിടെ ഉദ്ധരിക്കപ്പെട്ടു. വളരെ വ്യക്തമാണ് ഈ വിഷയത്തിൽ. അബ്ദുല്ലാഹ് ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു യഖൂൽ ഇന്നൽ ഇസ്നാദ മിനദ്ദീൻ, സനദ് എന്നത് ദീനിന്റെ അവിഭാജ്യ ഘടകം തന്നെ. സനദ് പ്രധാനമാണ്. വന്യരായ ബഹാഉദ്ദീൻ ഉസ്താദ് ഇവിടെ ഉദ്ധരിച്ചു, വഇല്ല ലഖാല മൻ ശാഅ മാ ശാഅ, ഇല്ലെങ്കിൽ തോന്നിയ ആളുകൾ പറയാൻ തുടങ്ങില്ലേ. സ്വഹീഹ് മുസ്ലിം 173 ഉദ്ധരിക്കപ്പെട്ട ഹദീസാണിത്. ഒരു തർക്കവുമില്ല, സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ് നിഷേധിക്കുന്ന ആളുകൾ ലോകത്തുള്ളതായി മുസ്ലിങ്ങൾക്കിടയിൽ അറിയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീതമായ വിശുദ്ധ കേശം ഒരാളുടെ കൈവശമുണ്ടെന്ന കാര്യത്തിൽ സംശയം വന്നാൽ തീർച്ചയായും അതിന്റെ സനദ് കൈമാറാൻ അവർ ബാധ്യസ്ഥരാ. ഇതിലൊരു വിട്ടുവീഴ്ചയും അള്ളാഹുവിന്റെ ദീനിന്റെ നിയമത്തിലില്ല. പിന്നൊരു ചാൻസ് ഉള്ളത് ഇവിടെ സൂചിപ്പിച്ചു, പാരമ്പര്യമായി ഏകകണ്ഠമായി അംഗീകരിച്ച് ഇസ്ലാമിക സമൂഹം കാത്തു സൂക്ഷിച്ചു പോരുന്നതാണെങ്കിലോ അതിന്റെ സനദാരും ചോദിക്കില്ലല്ലോ. മുസ്ലിം സമൂഹം ഏകകണ്ഠമായി നൂറ്റാണ്ടുകളായി കൈമാറിപ്പോരുന്നതാണെങ്കിൽ അതിന്റെ സനദ് ഏറ്റവും വലിയ പിൻബലമാണ്, ഏറ്റവും വലിയ സനദാണ്. അത് ഏകകണ്ഠമായി കൈമാറിപ്പോരുന്നു എന്നതിന് അത് ഇസ്ലാമിൽ മുത്തവാത്തിർ എന്ന് പറയും. ഒരു സമൂഹത്തിനും ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിധം അനിഷേധ്യമായി സ്ഥിരീകരിക്കപ്പെടുക, കൈമാറി പാരമ്പര്യമായി പോരുക, അങ്ങനെയായാലും മതി. ഇക്കാര്യത്തിൽ നമുക്ക് വെളിച്ചം വീശുന്നതാണ് വിശുദ്ധ മക്കയിൽ ഒരു മുടി സൂക്ഷിപ്പുണ്ട്, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. ആ മുടിയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് അതിന്റെ സനദ് പറഞ്ഞിട്ട് രണ്ടാമത്തെ മുടിയെക്കുറിച്ച് അൽ ആസാറുൻ നബവിയ എന്ന ഗ്രന്ഥത്തിൽ രണ്ടാമത്തെ മുടിയെക്കുറിച്ച് അദ്ദേഹം മക്കയിൽ തന്നെയുള്ള മുടിയെക്കുറിച്ച് എഴുതുന്നുണ്ട്. ഷാറത്തുൻ ഉഖ്റ കാനത്ത് ബി മക്ക, വിശുദ്ധ മക്കയിൽ സൂക്ഷിച്ചു വരുന്ന രണ്ടാമത്തെ ഒരു മുടി. ആ മുടിയെ ദക്കറഹ ഇബ്നുൽ അജമി ഫി തൻസീഹിൽ മുസ്തഫൽ മുഖ്താർ നഖലൻ അനിൽ അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് വനസ്ഉ ഇബാറത്തിഹി. ആ മുടിയെക്കുറിച്ച് പറയുന്ന ഇബാറത്ത് ബി മക്ക, വിശുദ്ധ മക്കയിലുണ്ട്. ഷാറത്തുൻ മിൻ ഷാരിഹിൽ മുഖറം, അള്ളാഹുവിന്റെ റസൂലിന്റെ ആദരണീയമായ ഒരു വിശുദ്ധ മുടി. മഷ്ഹൂറത്തുൻ, അത് പ്രസിദ്ധമാണ്, അത് തങ്ങളുടേതാണ്. തുസാർ, ആളുകൾ സന്ദർശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നിട്ട് അതിന് സനദ് പറയുന്നതിന് പകരം അവിടെ പറയുന്നു വത്തഫഖൽ ഖലഫു അനിസ് സലഫ് അന്നഹ മിൻ ഷാരിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാരമ്പര്യമായി മുൻഗാമികളിൽ നിന്ന് പാരമ്പര്യമായി ഏകകണ്ഠമായി ഇത്തഫഖാന ഏകോപിച്ചു, അനിഷേധ്യമായി എല്ലാവരും സ്ഥിരീകരിക്കപ്പെട്ട ഏകകണ്ഠമായി അംഗീകരിച്ചു വരുന്നു. അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും പ്രശ്നമല്ല. ഈ രണ്ട് വഴിയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റേതാണെന്ന് സ്ഥിരീകരിക്കാനുള്ള മാർഗങ്ങൾ. കാന്തപുരത്തിന്റെ കൈവശമുള്ള വിവാദമുടി,
അതിൽ സനദില്ല എന്ന് കൃത്യമായി നമുക്ക് സ്ഥിരീകരിക്കപ്പെട്ടു. അവർ പോലും പറഞ്ഞു അതിന്റെ സനദ് അബുദാബിയിലാണ്, ഞങ്ങളെ കൈവശമല്ല. പിന്നെ പാരമ്പര്യമായി അത് ഏകകണ്ഠമായി കൈമാറുന്നു പോയിട്ട് കാന്തപുരത്തിന്റെ കൂടെയുള്ള ആളുകൾ പോലും ആ മുടി അംഗീകരിക്കുന്നില്ല എന്നുള്ള സത്യം. വളരെ പ്രധാനപ്പെട്ട അവരെ പണ്ഡിതന്മാരും ശിഷ്യന്മാരും അല്ല എന്താ ഇയാൾ അതിനെ കുറിച്ച് പ്രസംഗിക്കാത്തത്, എന്താ അവരെ സ്റ്റേജിൽ വരാത്തത്, അല്ല അയാൾ എന്താ പ്രസംഗിക്കാത്തത്, മൂപ്പരും ശിഷ്യന്മാരും ഇതിനെതിരാണ്. ഇങ്ങനെ ചോദിച്ചു നോക്കിയാൽ ഇതിനെ ന്യായീകരിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിൽ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ അത് പാരമ്പര്യമായി കൈമാറിപ്പോന്നു എന്ന് പറയുന്നത് ശരിയല്ലെന്ന് മാത്രമല്ല ഈ നിലവിലുള്ള ആളുകൾ പോലും അംഗീകരിക്കുന്നില്ല. പാരമ്പര്യമായി കൈമാറിപ്പോരണമെങ്കിൽ തൊട്ടു മുമ്പ് ആരുടെ കൈവശാതുള്ളത് ഇന്ന് വരെ വ്യക്തമാക്കാൻ അവർക്ക് സാധിച്ചിട്ടുമില്ല. ഇതാണ് യാഥാർത്ഥ്യം. അപ്പൊ സനദിനെ നിഷേധിക്കുക എന്നത് ഏറ്റവും അവസാനത്തെ അടവായി അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവരെ കയ്യിൽ ഇപ്പൊ ഏറ്റവും അവസാനം പറഞ്ഞ് അവസാനത്തെ ഒരു പിടിവള്ളികളായി പറയുന്നത് ഒന്നാമത്തെ മുടിക്ക് സനദുണ്ടല്ലോ, ആ സനദ് കാന്തപുര ഉസ്താദ് വായിച്ചല്ലോ, എന്തേ സനദില്ലേ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതൊരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ വൈരുദ്ധ്യം പറഞ്ഞല്ലോ എന്നാ. ആ മുടി കാന്തപുരത്തിന്റെ മുടിയാണെന്ന് ഒരിക്കൽ പറഞ്ഞു. ആ മുടി ഒരു ലബനാൻ നാട്ടിലെ പെണ്ണിന്റെ മുടിയാണെന്നാണ് വേറൊരാള്. ആ മുടി ബാർബർ ഷാപ്പിലെ മുടിയാണെന്നാണ് വേറൊരാള്. ആ മുടി സിന്തറ്റിക് നൂല് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്, കൃത്രിമ നാരാണ് എന്ന് വേറൊരാള്. ഇപ്പൊ ഇവരെല്ലാവരും സമ്മതിക്കുന്നു അത് ഇക്ബാൽ മുഹമ്മദ് ജാലാവാലിന്റെ മുടിയാണ്, ഉസ്താദിന് കിട്ടിയ ആ മുടി തന്നെയാണ്. ഇത് തമ്മിൽ യാതൊരു വൈരുദ്ധ്യമല്ല. ഇതൊരു തമ്മിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. ഇക്ബാൽ മുഹമ്മദ് ജാലാവാലുടെ കൈവശത്തു നിന്നാണ് കാന്തപുരവും ഈ ഖസ്റജിയും മുടി കൊണ്ടുവന്നത് എന്ന് വ്യക്തമായി സ്ഥിരീകരിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ തന്നെയാണ് നമ്മൾ പറയുന്നത് ഈ മുടി ഏതാണ് സംശയാസ്പദമാണ്. സംശയമായിട്ടാണ് എല്ലാവരും പറയുന്നത്, ഏകകണ്ഠമായിട്ടല്ല പറയുന്നത്. എന്തായാലും സനദില്ലാത്തത് കൊണ്ട് ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ടൊരു കേന്ദ്രത്തിലൂടെ കൈമാറിപ്പോന്നതല്ലാത്തത് കൊണ്ട് ഇത് ഒറിജിനൽ അല്ല എന്ന കാര്യം തീർച്ചയാണ്. ഒറിജിനൽ അല്ലെങ്കിൽ പിന്നെ ഒരുപാട് എഹ്തിമാൽ തരം സാധ്യതകളാണ് ഇവരൊക്കെ ഞങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചത്. ഇനിയും കുറെ സാധ്യതകളുണ്ട്. ഏതെങ്കിലും ഒന്നാകാം. ഇക്ബാൽ ജാലാവാലുടെ കയ്യിലുള്ളതാണ് എന്ന് സ്ഥിരപ്പെട്ടതുകൊണ്ട് ഈ വൈരുദ്ധ്യങ്ങൾക്ക് മറുപടി ഇത് വൈരുദ്ധ്യങ്ങളാകുന്നില്ല. ഇത് വളരെ വ്യക്തമാണ്. അവിടെയുള്ള മുടി തന്നെയാണ്, ആ മുടി തന്നെയാണ് ഇതൊക്കെ. ആ മുടി ഏതാണെന്ന പ്രശ്നം, അത് എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടാണ് പ്രശ്നം, അത് എവിടെ നിന്ന് കൊണ്ടുവന്നാണ് പ്രശ്നം, അതിന്റെ സനത് എവിടെയെന്നുള്ള പ്രശ്നം. എന്നാ കാന്തപുരം സനത് വായിച്ചില്ലേണം. വായിച്ച സനദിനെ കുറിച്ച് നമുക്ക് പറയാം. വായിച്ച സനത് മാത്രമല്ല, ആ മുടിയുമായി ബന്ധപ്പെട്ട് സത്യമാണ് പറയുന്നെങ്കിൽ സത്യം ഒന്നല്ലേ ഉണ്ടാവൂ. അതിന് വൈരുദ്ധ്യം വിടില്ലല്ലോ. അതിൽ യാതൊരു പ്രശ്നങ്ങളും ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലല്ലോ. ഈ കാന്തപുരത്തിന്റെ മുടിയുമായി ബന്ധപ്പെട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ, ഒന്നാമത്തെ മുടിയുടെ സനദാണല്ലോ വായിച്ചു കേൾപ്പിച്ചു എന്ന് പറയുന്നത്. ഞാൻ വിനയപൂർവ്വം പറയട്ടെ, കാന്തപുരം ആ മുടിയെക്കുറിച്ച് എന്താ ആദ്യം പറഞ്ഞത്? കാന്തപുരം പറഞ്ഞത് ഒരു കഷ്ണം മുടി അവിടെ മർക്കസിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ മുടിയെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ മലപ്പുറത്ത് നടന്ന സമ്മേളനത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ്, വാശിയേറിയ ഇലക്ഷൻ കഴിഞ്ഞ്, സലാമത്ത് നഗർ സമ്മേളനം കഴിഞ്ഞ് നമ്മൾ ആ വിഷയം ചോദ്യം ചെയ്യപ്പോൾ അതിന് മറുപടിയായി മലപ്പുറത്ത് നടത്തിയ സമ്മേളനത്തിൽ കാന്തപുരം പറഞ്ഞു ഒരു കഷ്ണം മുടി മർക്കസിലുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് വിഷമം? അപ്പൊ ഒരു കഷ്ണം മുടിയാണ് മർക്കസിലുള്ളത് ഒരിക്കൽ അദ്ദേഹം പറയുന്നു. നോക്കൂ നിങ്ങൾ പറയുന്നത്, അദ്ദേഹം പറയുന്നതെന്ന് കേട്ടു. അടുക്കൽ വരെ അവിടെ നിന്ന് സൂക്ഷിച്ച മുടികളിൽ ഒരു കഷ്ണം ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീനുൽ ഫിർദൗസി, പരിശുദ്ധ ദീനിന്റെ ഏറ്റവും വലിയ പ്രചാരകനും മുറബ്ബിയായ ശൈഖുമായിരുന്ന ഖുതുബുദ്ദീനുൽ ഫിർദൗസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഡൽഹിയിലാണ്. ആ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖുതുബുദ്ദീനുൽ ഫിർദൗസി തങ്ങളുടെ വഴിക്ക് ബഹുമാനപ്പെട്ട മർഹറ ഷരീഫിൽ ഇന്നും നിലകൊള്ളുന്ന മഹാന്മാരായ ബർക്കാത്തി സയ്യിദന്മാർ അവരുടെ കുടുംബ പരമ്പരയിലൂടെ എനിക്ക് നേരിട്ട് ലഭിച്ചു. ഇതൊരു തവണ മാത്രമല്ല, അദ്ദേഹം വീണ്ടും ഇതേ കാര്യം അവിടെ നിന്ന് കൊണ്ടുവന്ന, ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന മുടിയുടെ സനത് വായിച്ചുകൊണ്ട് ഏറ്റവും അവസാനം ഒരു സനത് തട്ടിക്കൂട്ടി ഉണ്ടാക്കി വായിച്ചു. ആ സനദിന്റെ അവസ്ഥ നമ്മൾ പറയും. അത് വായിച്ചപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് ഇക്ബാൽ ജാലാവാല ആരിഫ് ബറക്കാത്ത് മുഖേന ആ ഉറുദു ഒക്കെ വായിച്ചിട്ട് ഇയാൾ കൊടുത്ത ആ സർട്ടിഫിക്കറ്റ് നമ്മളെ സർട്ടിഫിക്കറ്റ്